ഹായ് ഹലോ ഗ്രീൻ ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പൂരം തുടങ്ങാണല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ എക്സിബിഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. കാണാമെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ റൗണ്ട് എന്തായാലും അടിക്കാണ്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമ്മൾ ഇത് തുടങ്ങാനായിട്ട് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മിക്ക യൂട്യൂബുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സമയം കിട്ടിയിട്ടുണ്ടായില്ല പോകാനായിട്ട്. പിന്നെ അതുപോലെ ഫണ്ടിൻ്റെ ഇത്തിരി പ്രശ്നമുണ്ട്. അവിടേക്ക് പോകുമ്പോൾ എന്തായാലും പൈസ വേണ്ടി വരും. നമ്മുടെ കൂടെ ഡാഡുണ്ട്. അപ്പോൾ അത് കാരണം പൈസ വേണ്ടി വരും. അപ്പോൾ പൈസ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇത് ഇട്ടതിന് ശേഷം ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ പോകണം എക്സിബിഷൻ വീഡിയോ എടുക്കാനായിട്ട്. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ അല്ല കേട്ടോ. ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒന്ന് കാണിക്കാൻ പറ്റില്ല. നമുക്ക് അതിലെ പോകുമ്പോൾ ഓരോ ഷോപ്പുകളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങിയത്, എത്ര രൂപ ചിലവായി എന്നൊക്കെ ഞാനത് വീഡിയോയിൽ പറഞ്ഞായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ വണ്ടി നമുക്ക് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തില്ല കേട്ടോ. നമ്മൾ പാറമേക്കാവിൻ്റെ അടുത്തായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വന്നത്. പിന്നെ ടിക്കറ്റ് എടുക്കണ ചടങ്ങിക്ക് പോകണം. അതിന് മുന്നേ തന്നെ 2-3 ഫോട്ടോ എടുക്കണം. അത് ഫോട്ടോ എടുത്തിട്ട് വേണം നമുക്ക് അകത്ത് കറങ്ങിട്ടാ. വയസ്സേ ഉള്ളൂ, ശമ്പളം കേട്ടാലുണ്ടല്ലോ 8 ഡിഗ്രി ഒക്കെ കഴിഞ്ഞടി. ഞാനും അവളെ ലാഡൻസിലേക്ക് തന്നെ ചേർക്കാൻ കേട്ടോ. അവിടെ ഒരു മർച്ചന്റ് ഓഫീസർ ആവണമെന്നുള്ള മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമിയിൽ സ്പോൺസർഷിപ്പ് ക്ലാസുകൾ നമ്മൾ വീഡിയോ എടുക്കണായിട്ട് മുന്നേ വരണമെങ്കിൽ 30 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടിയാണ് കേട്ടോ. ഇപ്പം 40 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇനി തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ ഒരു 50 രൂപ അടുത്ത് ആവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറണം. അപ്പോൾ നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ വില 350 രൂപയാണ് കേട്ടോ. പക്ഷെ നമ്മളിത് ഇവിടുന്ന് വാങ്ങിയില്ല. നമ്മൾ ഇത് പുറത്തിറങ്ങിയ ശേഷം അവിടെ ബംഗാളികളൊക്കെ ഉണ്ടായി. അവരൊന്ന് വാങ്ങി 250 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടിയിട്ടാ. എനിക്ക് എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. പുറത്ത് അത്രയും പൈസ വരില്ല കേട്ടോ. നമ്മളെല്ലാത്തിൻ്റെ വില ചോദിച്ചു. മിക്ക സ്ഥലത്തും 350-ൻ്റെ ഫ്ലക്സ് തന്നെ കാണുന്നത്. നമ്മൾ പല സ്ഥലത്തും വില ചോദിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. നമ്മുടെ കൊക്കിൽ ഒതുങ്ങിയത് കൊത്താവാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. റേറ്റ് വേഗം കിട്ടാൻ ആടുവിൻ്റെ ചേട്ടന്മാരിലൊക്കെ വാച്ച് ഉണ്ട്, ഇവൻ്റെ മാത്രം വാച്ചില്ലാത്ത. അപ്പോൾ നമ്മളത് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു. 300-500 രൂപയ്ക്ക് വാച്ച് ഉണ്ട്. പക്ഷെ നമ്മൾ 150 വാങ്ങിയുള്ളൂ കേട്ടോ.
പെയിന്റിംഗ് ചെയ്തതായിട്ട് കണ്ടുകൊള്ളാം. ഷോപ്പുകളിൽ കിട്ടാത്ത പ്രോഡക്റ്റ്. ഈ സൈക്കിള് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിന് 350 രൂപയാണ് റേറ്റ് കിട്ടുക. അത് കാരണം ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ കളർ ക്യൂബ് ഉണ്ട്, അത് ഡാഡുവിന് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അതിനായിട്ട് മുന്നേ വേറെ കാർ എടുത്തോളം പറഞ്ഞു, പക്ഷെ കാറൊന്നും എടുത്തില്ല. ഇവൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇവന് അറിയാത്ത സാധനങ്ങളുണ്ടല്ലോ, ഇവന് കളിക്കാൻ അറിയാത്ത സാധനങ്ങൾ ഇവന് കൂടുതൽ വാങ്ങിക്കുള്ളൂ, എന്നിട്ട് അത് അവിടെ വെക്കും. കട്ടയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനവും. ഇതും അതേപോലെ തന്നെ തിരിച്ചിട്ട് അവിടെ വെക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ക്ലേ ആണ് എടുക്കാറ്. ഇവൻ എന്ത് വാങ്ങി കൊടുത്താലും അവൻ അവസാനം ക്ലേമയ്ക്ക് എത്തും. അതാണ് അവൻ്റെ പരിപാടി കേട്ടോ. എന്നിട്ട് നമ്മൾ വാങ്ങി കൊടുക്കാണ്ടൊന്നല്ല, അവന് എന്ത് സാധനം പറഞ്ഞാലും നമ്മൾ വാങ്ങി കൊടുക്കും. എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല, അത് കാരണം അവൻ എന്ത് സാധനം പറഞ്ഞാലും ഞാൻ വാങ്ങി കൊടുക്കും. പക്ഷെ അവന് വേണ്ടത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, പിന്നെ അവന് കളിക്കാൻ പറ്റാത്ത, അവന് ഉപയോഗിക്കാൻ അറിയാത്ത സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവന് വേണ്ടത്. അതാണെങ്കിലും നമ്മൾ അത് വാങ്ങി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പോട്ടിക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം കുലുക്കി സർവത്ത് ഉണ്ടായേ. നമ്മൾ 2 കുലുക്കി അടിച്ചു. വെള്ളം കേട്ടോ, അത് സോഡ അല്ല, വെള്ളം കുലുക്കിയാണ് അടിച്ചത്. ഇതിന് ഒരു കുലുക്കിക്ക് 60 രൂപ വന്നിട്ടോ. അങ്ങനെ 2 120 രൂപയ്ക്ക് നമ്മൾ കുലുക്കി സർവത്ത് അടിച്ചിട്ടുണ്ട്. ഒരു സ്ട്രോബെറിയും ഒരു ഗ്രീൻ ആപ്പിൾ അടിച്ചത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടത്, രണ്ട് കുതിരയുടെ തലയുള്ള ഒരു ബെഞ്ച് ഇതേ മുകളിൽ കൂടെ പൊക്കി പിടിച്ച് പോകുന്നുട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും. അത് ഞങ്ങൾ വാങ്ങിയില്ല. ഇത് കാണിച്ചു തന്നാ കേട്ടോ. ഇതാണ് ട്ടാ ബെഞ്ച്, 2 കുതിരത്തലുള്ള ബെഞ്ച് ഇട്ടാ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ വീടുകളിലെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ അധിക വൈദ്യുതി ചെലവ് വരുന്ന ഉപകരണങ്ങൾ
കസ്റ്റമൈസ്ഡ് എന്റർപ്രൈസ് ബിസിനസ് ടെലികോം സേവനങ്ങൾ BSNL FTTH മൊബൈൽ സേവനങ്ങൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടേ ഇവിടെ കടലിനടിയിലുള്ള അത്ഭുതം കാഴ്ച കാണുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. മറീൻ അക്വേറിയം പോലെയാണ് അവർ പണിതിട്ടേക്കണത്. നല്ലൊരു പൈസ വന്നിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ മീനുകളുടെ ഐറ്റംസ് കുറവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ നഷ്ടമായി വന്ന പോലെ തോന്നി. എന്ന് വെച്ചാൽ 100 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ഞങ്ങൾ 2 പേര് ഇപ്പോൾ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തത്. അതിന് പേര് 50 രൂപയാണെങ്കിൽ നമുക്ക് മിനിമം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടുപോരായിരുന്നു. പക്ഷെ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല സാധനങ്ങൾ മീനുകളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറണത് തന്നെ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യമാണ് നമ്മൾ വീഡിയോ ഇട്ടത്. കഴിഞ്ഞ പ്രാവശ്യം കാടിൻ്റെ ഒരു അന്തരീക്ഷം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡാഡുവിനായാലും നമുക്ക് പൈസ അത്രയും ഇതായില്ല. 60 രൂപ കണ്ട വന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനായിട്ടും ഭേദം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ട് നിങ്ങൾ ഈ ചാവക്കാട് ബീച്ചിൽ പോകണമെങ്കിൽ നല്ലത്. ചാവക്കാട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മറീൻ അക്വേറിയം ഉണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ 450 രൂപ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് പെറ്റുകളുടെ കൂടെ ആയാലും പോയി ഫോട്ടോ എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ പറയില്ല. നമ്മൾ ഈ പെറ്റ് ഷോപ്പിൽ ഒരുപാട് പെറ്റ് ഷോപ്പിൽ പോണത്. അപ്പോൾ അവിടെ കാണുന്ന മീനുകൾ മാത്രമല്ല ഇവിടെ ടണലിൻ്റെ അടി കൂടെ പോകുമ്പോൾ വലിയ വലിയ മീനുകളും അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള മീനുകൾ മാത്രം ഇട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ ഒരു അക്വേറിയം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പൈസ പോയിരിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അത്ര മോശമായ കാരണം കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇട്ടത്. ഇതിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഈ ടണലിൻ്റെ പരിപാടി മാറ്റിയിട്ട് നല്ല നല്ല മീനുകൾ ഇറക്കിയിട്ട് ചെറിയൊരു ടാങ്കുകൾ ഒരുപാട് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ആൾക്കാരെ പറ്റിയ രീതിയിൽ പോലെ എനിക്ക് തോന്നി. അത് കാരണം ഞാൻ വീഡിയോ ഇട്ടെ. അത് വിചാരിച്ചാൽ ആരും കമൻറ്റ് ചെയ്ത് തെറി വിളിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് കാരണം ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയ സ്ഥിതിക്ക് 2-3 ഫോട്ടോ എടുക്കേണ്ട വിടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് കയറിയാണ്. അപ്പോൾ അത് എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇത് ഒരുപാട് ലെങ്ത്ത് കൂടിയ വീഡിയോ ഉണ്ട്. ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അതാണ് ഞാൻ ഇപ്പോൾ 15 ആയിട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷെയർ പരമാവധി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. $200